ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളായി തിരുവചനത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റേതൊരു സന്ദേശത്തെക്കാളും ശ്രേഷ്ഠതയേറിയതാണ് ബൈബിളിൻ്റെ സന്ദേശം. അതിന് കാരണം ബൈബിളിൻ്റെ നിസ്തുല്യതയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ബൈബിൾ നിസ്തുല്യമായ ഗ്രന്ഥമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം ബൈബിളാണ്. ഏറ്റവും അധികം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ട പുസ്തകവും ബൈബിൾ തന്നെ. ഇനി ഉന്നതമായ സാഹിത്യ നിലവാരം പുലർത്തുന്ന ഒരു പുസ്തകമായതുകൊണ്ട് ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി നിർദ്ദേശിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. ബൈബിൾ സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും ആസ്പദമാക്കി രചിക്കപ്പെട്ടിട്ടുള്ള കൃതികൾക്ക് കയ്യും കണക്കുമില്ല. അതിനൊരു ഉദാഹരണമാണ് മഹാകവി വള്ളത്തോളിൻ്റെ മഗ്ദലന മറിയം. ഇനി മറ്റൊന്ന്, ലോകം കണ്ട അനേകം മഹാന്മാരായ വ്യക്തികളെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ബൈബിൾ. ഉദാഹരണത്തിന്, പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന ഐസക് ന്യൂട്ടൻ, അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ എല്ലാം ജീവിതത്തിൽ ബൈബിളിൻ്റെ സ്വാധീനമുണ്ടായിട്ടുണ്ട്. തീർന്നില്ല, ഇനിയുമുണ്ട് ബൈബിളിന് പ്രത്യേകതകൾ. ആത്മീയ ഗ്രന്ഥങ്ങളെന്നറിയപ്പെടുന്ന പുസ്തകങ്ങളിൽ വെച്ച് മനുഷ്യൻ്റെ ചരിത്രം ക്രമമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേയൊരു പുസ്തകം ബൈബിളാണ്. ഒരു കാലത്ത് വളരെ പ്രതാപത്തോടെ നിലനിന്നിരുന്നതും കാലാന്തരേണ അസ്തമിച്ചു പോയതുമായ അനേകം ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ചും അവിടങ്ങളിലെ ചക്രവർത്തിമാരെക്കുറിച്ചുമെല്ലാം ബൈബിൾ പരാമർശിക്കുന്നു. ഉദാഹരണത്തിന്, ഈജിപ്തിലെ ഫറോവ, ബാബിലോണിലെ നെബൂഖദ്നേസർ, പേർഷ്യയിലെ സൈറസ്, ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയ ഗ്രീക്കുകാരൻ അലക്സാണ്ടർ, റോമിലെ സീസർ തുടങ്ങിയവരെല്ലാം ബൈബിൾ കഥാപാത്രങ്ങളാണ്. ഇനി ദൈവിക ഗ്രന്ഥമെന്ന് അവകാശപ്പെടുന്ന പുസ്തകങ്ങൾ പലതുണ്ടെങ്കിലും അവയിൽ നിന്നും ബൈബിളിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം ബൈബിളിലെ പ്രവചനങ്ങളാണ്. അതായത്, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ നേരത്തെ തന്നെ പറയുന്നു. ബൈബിൾ പ്രവചിച്ച അനേകം പ്രവചനങ്ങൾ അതാതിൻ്റെ സമയത്ത് നിറവേറി. ഉദാഹരണത്തിന്, കർത്താവായ യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായിരുന്ന മീഖ പ്രവചിച്ചു. ക്രിസ്തുവിൻ്റെ കൈകാലുകളിൽ ആണികൾ തറയ്ക്കപ്പെടുമെന്ന് ക്രിസ്തുവിന് 900 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പ്രവചിച്ചു. ക്രിസ്തു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ദാവീദ് പ്രവചിച്ചു. ഈ പ്രവചനങ്ങളെല്ലാം കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. ഇനി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രവചന നിവൃത്തി ഞാൻ പറയാം. ക്രിസ്തുവിന് 750 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആമോസ് ഒരു കാര്യം പ്രവചിച്ചു. പ്രവാസികളായ ഇസ്രായേൽക്കാരെ ദൈവം അവരുടെ സ്വദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നും ഇനി അവർക്ക് സ്വദേശം വിട്ടു പോകേണ്ടി വരില്ല എന്നുമായിരുന്നു ആമോസിൻ്റെ പ്രവചനം. എങ്ങനെയാണ് ഈ പ്രവചനം യാഥാർത്ഥ്യമായത് എന്നറിയാമോ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസികളായി കഴിഞ്ഞിരുന്ന യഹൂദന്മാർ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവരുടെ സ്വദേശത്തേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ 1948 വളരെ അത്ഭുതകരമായി ഇസ്രായേൽ രാജ്യം വീണ്ടും ഭൂമുഖത്ത് പിറന്നു വീണു. ശത്രുക്കളുടെ നിരവധി ആക്രമണങ്ങൾ ആ രാജ്യം നേരിട്ടെങ്കിലും ഇന്നും ഇസ്രായേൽ നിലനിൽക്കുന്നു എന്നത് ബൈബിളിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പ്രവചനങ്ങൾ ഇത്ര കൃത്യമായി നിറവേറാൻ കാരണമെന്താണെന്നറിയാമോ? അതിന് കാരണം സകലവും അറിയുന്ന വലിയവനായ ദൈവമാണ് ബൈബിളിൻ്റെ രചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നതാണ്. ബൈബിൾ എഴുതിയത് മനുഷ്യരാണെങ്കിലും അവർ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചനകളാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം,
ബൈബിളിൽ കാണുന്ന പ്രവചനങ്ങളിൽ പലതും നിവൃത്തിയായിട്ടുണ്ട് എങ്കിൽ ഇതുവരെ നിവൃത്തിയാകാത്ത പ്രവചനങ്ങളുടെ കാര്യം എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, അവയും അധികം താമസിയാതെ തന്നെ നിവൃത്തിയാകുമെന്ന് നാം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയതെല്ലാം നിവൃത്തിയായി. അങ്ങനെയെങ്കിൽ യേശു വീണ്ടും വരുമെന്നുള്ള തിരുവെഴുത്തും അധികം വൈകാതെ തന്നെ നിവൃത്തിയാകും. ഞാനൊരു തിരുവചന ഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആഗ്രഹം ആരും നശിച്ചു പോകരുതെന്നാണ്. അതുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങാൻ ദൈവം നമുക്ക് സമയം നീട്ടി തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ ദീർഘക്ഷമയെ നിങ്ങൾ അവഗണിക്കരുത്. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ അവൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.